ഉമ്മാടെ ഉദരത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നാം കടന്നു വന്നത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ മേഖലകളെ എങ്ങനെയാവണം എന്ന് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. എങ്ങനെയാണ് മനുഷ്യൻ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്, ഏതൊക്കെ പ്രയാസങ്ങള്, ഏതൊക്കെ ദുരിതങ്ങള്, ഏതൊക്കെ പ്രശ്നങ്ങള് മനുഷ്യ ജീവിതത്തെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, മനുഷ്യനെ ഈ ദുനിയാവിലേക്ക് ഞാൻ പറഞ്ഞയക്കുകയാണ്. എന്തിനാണ് ഞാൻ ദുനിയാവിലേക്ക് മനുഷ്യനെ പറഞ്ഞയച്ചതെന്ന് അറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യനെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചിട്ട് ഈ ദുനിയാവിലെ സർവ്വ അനുഗ്രഹങ്ങളും ഞാൻ അവന് ഈ ദുനിയാവിൽ സംവിധാനിക്കുകയാണ്. അവന് കഴിക്കാൻ, അവന് കുടിക്കാൻ, അവന് ധരിക്കാൻ, അവന് ശ്വസിക്കാൻ, വിശ്വസിക്കാൻ, ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളെയും മനുഷ്യ ജീവിതത്തിന് സഹായകമാകുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് അല്ലാഹു ഭൂമിയിൽ നിന്ന് മനുഷ്യനെ, ആകാശത്തിൽ നിന്ന് മനുഷ്യനെ ഭൂമിയിലേക്ക് അല്ലാഹു അയക്കുന്നത്. വെറുതെ മനുഷ്യനെ ഒരു രാത്രിയിൽ അല്ലാഹു പറഞ്ഞയച്ചതല്ല. മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ആവശ്യമായ സർവ്വ വസ്തുക്കളെയും ഈ ദുനിയാവിൽ അല്ലാഹു പടയ്ക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇതൊക്കെ ഞാൻ സംവിധാനിച്ചത് എന്തിനെന്നറിയുമോ? നിങ്ങളെ അനുസരിച്ച് ജീവിക്കാനാണ്. നിങ്ങൾക്ക് വെള്ളവും നിങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും ഭാര്യയും ഇണകളും ഈ ദുനിയാവിന്റെ മേഖലകളിൽ സർവ്വ സംവിധാനങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നത് എന്തിനെന്നറിയുമോ? നിങ്ങളെന്നെ അനുസരിച്ച് ജീവിക്കാനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ഇത് പറഞ്ഞിട്ട് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, മനുഷ്യൻ നന്ദി കെട്ടവനാണ്. മനുഷ്യൻ ആരാണ്? നന്ദിയില്ലാത്തവനാണ്. എത്രത്തോളം അനുഗ്രഹങ്ങള് ഈ ദുനിയാവിന്റെ പുറന്തരയുടെ പുറത്ത് അല്ലാഹു വാരിക്കോരി തന്നാലും ഈ ദുനിയാവിന്റെ നൈമിഷികമായ സുഖങ്ങൾക്ക് പിന്നാലെ കടന്നു പോകുന്ന മനുഷ്യൻ, ഈ ദുനിയാവിൽ എത്ര വലിയ സംവിധാനങ്ങൾ അല്ലാഹു തന്നാലും ഈ ദുനിയാവിന്റെ പുറന്തരയുടെ പുറത്തുകൂടി കടന്നു പോകുന്ന മനുഷ്യര് അല്ലാഹു തന്ന സർവ്വ അനുഗ്രഹങ്ങളെയും മറന്നു പോവുകയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, മനുഷ്യ നിനക്ക് കഴിക്കാനും കുടിക്കാനും ഈ ദുനിയാവിന്റെ പുറത്ത് സർവ്വതും ഞാൻ സംവിധാനിച്ചു തന്നത് എന്തിനാണെന്നറിയുമോ? നിങ്ങൾ എന്നോട് നന്ദി കാണിക്കാനാ. നിങ്ങൾ നിസ്കരിക്കാനും നോമ്പ് പിടിക്കാനും ഹജ്ജ് ചെയ്യാനും ഉംറ ചെയ്യാനും പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കുവാനും ഈ ദുനിയാവിന്റെ പുറത്ത് ഞാൻ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന സർവാനുഗ്രഹത്തിന്റെയും പിന്നില് ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യമെന്തോ അത് സർവമാന അനുഗ്രഹങ്ങളും തന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പലപ്പോഴും എന്റെ പ്രിയമുള്ള വപ്പ നമ്മൾ അല്ലാഹുവിനെ മറന്നിട്ടല്ലേ ജീവിച്ചത്. അല്ലാഹുവേ കഴിക്കാനും കുടിക്കാനും ധരിക്കാനുമെല്ലാം ഈ ദുനിയാവിന്റെ പുറന്തരയുടെ പുറത്ത് അല്ലാഹു സംവിധാനിച്ചു തന്നിട്ട് എന്തേ നമുക്ക് അല്ലാഹുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? എന്തേ അല്ലാഹുവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? കുടിക്കാൻ ഭക്ഷണം, കുടിക്കാൻ വെള്ളം തന്നവൻ, കഴിക്കാൻ ഭക്ഷണം തന്നവന് ഈ ദുനിയാവിന് സർവ്വതും അല്ലാഹു സംവിധാനിച്ചു തന്നിട്ട് അല്ലാഹു പറയുകയാ, മനുഷ്യ ഈ ദുനിയാവിന് സർവ്വതും ഞാൻ നിനക്ക് തന്നത് നാളെ പരലോകത്തേക്ക് നീ കടന്നു വരുന്നൊരു ദിവസമുണ്ടല്ലോ. ജീവിതത്തിന്റെ പുറത്തൊരയുടെ പുറത്ത് ചെയ്തു കൂട്ടിയ സർവ്വതുമായിട്ട് ഞാൻ നിനക്ക് ദുനിയാവിൽ തന്ന സർവ്വ അനുഗ്രഹങ്ങളുമായി നീ എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നൊരു ദിവസമുണ്ടല്ലോ. മലക്കുൽ മൗത്ത്
അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആത്മാവിനെ പിടിച്ചിട്ട് നീ എന്റെ ചാരത്തേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ, ചെയ്തു കൂട്ടിയ സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമായിട്ട് നീ എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ അപ്പാ. അല്ലാഹു പറയുകയാ, അന്ന് നിന്റെ നാവിന് അല്ലാഹു സീല് വെക്കുകയാ. അല്ലാഹു പറയുന്നു, നിന്റെ കരങ്ങൾ സംസാരിക്കുകയാ, നിന്റെ കൈകൾ സംസാരിക്കുകയാ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഈ ദുനിയാവിൽ നിനക്ക് ചെയ്ത സർവാനുഗ്രഹങ്ങളുമുണ്ടല്ലോ, സർവ്വതും ഈ ദുനിയാവിന്റെ പുറത്തൊലിയുടെ പുറത്ത് ആസ്വദിച്ച് ജീവിച്ച മനുഷ്യ, നീ എന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നൊരു ദിവസമുണ്ട്, നിന്നെ എന്റെ മുമ്പില് കൊണ്ടുവെക്കുന്നൊരു ദിവസമുണ്ട്, നിന്റെ ആത്മാവിനെ ഞാൻ വിചാരണ ചെയ്യുന്നൊരു ദിവസമുണ്ട്. നിനക്ക് ഈ ദുനിയാവിന് ഞാൻ ചെയ്തു തന്ന സർവ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളോട് ഞാൻ ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ എന്തേ തിരിച്ചറിയാതെ പോയത്? എന്റെ വാപ്പാ അല്ലാഹു പറയുകയാ, ഈ ദുനിയാവിൽ നിനക്കൊരു മുട്ടുസൂചിയുടെ അനുഗ്രഹമാണ് അല്ലാഹു തന്നതെങ്കിലും ഒരു മുട്ടുസൂചിയുടെ അനുഗ്രഹമാണ് ഈ ദുനിയാവിൽ നിന്റെ റബ്ബ് നിനക്ക് തന്നതെങ്കിലോ വാപ്പാ, നാളെ റബ്ബിന്റെ മുമ്പിൽ കൃത്യമായിട്ടത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ജീവിതത്തിലും പേടിയായിരുന്നു അപ്പാ. അല്ലാഹുവേ, സമ്പത്ത് ദുനിയാവിൽ അധികരിപ്പിച്ചു തന്നപ്പോ ഉടുക്കാനും ധരിക്കാനും കഴിക്കാനുമല്ല അല്ലാഹു ഭക്ഷണവും സർവ്വ സംവിധാനങ്ങളും ദുനിയാവിന്റെ പുറത്തൊലിയുടെ പുറത്ത് അല്ലാഹു വാരിക്കോരി കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയുകയാ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നാളെ നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ കൊണ്ടുവെക്കുന്ന ദിവസമുണ്ടല്ലോ, ചെയ്തു കൂട്ടിയ സർവാനുഗ്രഹങ്ങളും നീ ചോദിക്കുന്ന ദിവസമുണ്ടല്ലോ അനുഗ്രഹത്തിനെ കുറിച്ച് നീ ചോദിക്കുന്ന ദിവസമാ. നിന്റെ മുമ്പില് സർവ്വതും നിന്റെ മുമ്പിൽ നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ടല്ലോ, ആ ദിവസത്തെ ഞങ്ങൾക്ക് പേടിയാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പൊട്ടിക്കരയുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയാവുന്നില്ല. ഉണ്ടെല്ലാം വിളിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ അനുചരന്മാർ ജീവിതത്തിൽ കരഞ്ഞതുപോലെ അല്ലാഹു ഈ ദുനിയാവിൽ അവർക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നത് എത്ര വലിപ്പമാണെന്ന് ചിന്തിച്ചിട്ട് അവരൊക്കെ കരയുകയാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ ഇതിനെക്കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് പറഞ്ഞു കൊടുക്കുന്നത്? ഞാൻ എന്താണ് എന്റെ റബ്ബിനോട് പറഞ്ഞു കൊടുക്കുന്നത്? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു പാതിരാത്രി സമയത്ത് വിഷം തൊട്ടിയ വയറുമായിട്ട് പരിശുദ്ധമായ മദീന തുയ്ബയുടെ ചാരയിങ്ങനെ കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ റസൂലിന് കഴിക്കാൻ ഭക്ഷണമില്ല. എന്റെ പ്രിയമുള്ള വാപ്പാ, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ഒരിക്കു ഭക്ഷണം പോലും തന്നെ വയറ്റിലേക്ക് കടന്നു പോയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പൊട്ടിക്കരയുകയാ. എത്രയാ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുന്നത്, നൊമ്പരങ്ങൾ കടന്നു വരുന്നത്. ആരാ ഈ ലോകത്തിന്റെ നായകനാ?
എന്റെ പ്രിയമുള്ളവരെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പരിശുദ്ധമായ മദീനത്തു ത്വയ്യിബയുടെ ചാരത്തൂടെ കടന്നു പോവുകയാ. ആ സമയത്തതാ പാതിരാത്രി സമയത്ത് പ്രവാചകന്റെ ചാരം കടന്നു വരുന്നുണ്ട് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അബൂബക്കറേ, എന്തിനാണ് അബൂബക്കറേ ഈ പാതിരാത്രി സമയത്ത് നീ ഇങ്ങനെ വിശന്നൊട്ടിയ വയറുമായി? ഈ പാതിരാത്രി സമയത്ത് എന്തിനാണ് അബൂബക്കറേ നീ നിന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വന്നത്? അബൂബക്കർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, കഴിക്കാൻ ഭക്ഷണമില്ല നബിയേ. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാ. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കറും തങ്ങളും നടന്നു നീങ്ങുമ്പോ കടന്നു വരുന്നു സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. അബൂബക്കർ തങ്ങൾ ചോദിച്ചെന്തിനാണ് ഉമറേ കടന്നു വന്നത്? ഉമർ പറയുകയാണ്, നബിയേ, കഴിക്കാൻ ഭക്ഷണമില്ല നബിയേ. എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്നറിയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഉമറിന്റെ കൈപിടിച്ച് അബൂബക്കറിന്റെ കൈപിടിച്ചിട്ട് മെല്ലെ നടക്കുമ്പോ അതാ മൂന്നാമനായിട്ട് കടന്നു വരുന്നു സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കുമ്പോൾ ഒന്ന് നോക്ക്, ഈ മൈക്ക് എങ്ങനെ ഓടുന്നത്, എന്നിട്ട് ഒന്ന് സെറ്റാക്ക്. 50-60 വാട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെക്കണമെന്ന് മര്യാദക്ക് വെച്ചാൽ. നിങ്ങൾക്ക് ഒന്ന് തിരിയുന്നുണ്ടോ സ്റ്റേജിൽ? എനിക്ക് ഞാൻ പറയണത് തിരിയണില്ല. ഇത് പറ്റിയെന്നുള്ളത് എനിക്കറിയില്ല, എനിക്കല്ലേ ഹേമേന്ദ്രൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ച, അബൂബക്കറേ, ഉമർ എന്തിനാ കടന്നു വന്നത്? ഉമർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, കഴിക്കാൻ ഭക്ഷണമില്ല നബിയേ, കഴിക്കാൻ ഭക്ഷണമില്ല. വിശ്വമുട്ടിയ വയറുമായിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരവന്ന അബൂബക്കർ, ഉമർ, മൂന്നാമനായിട്ട് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മൂന്നാമനായിട്ട് കടന്നു വന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് വിശന്നിട്ട് സഹിക്കാൻ കഴിയണില്ല, ഭക്ഷണം കഴിക്കാനില്ല. വാപ്പാ, 3 പേരും ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, റബ്ബേ, എന്റെ കൂട്ടുകാർ എത്ര ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് പ്രയാസത്തിലാണല്ലോ അല്ലാഹ്, ദുരിതത്തിലാണല്ലോ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ട് തന്റെ സഹാബത്തിന്റെ കൈപിടിച്ചു കടന്നു പോകുമ്പോ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി കടന്നു വരുന്നു, നബിയേ, ഇന്നത്തെ ദിവസത്തെ അങ്ങേ ഞാനൊന്ന് സഹായിക്കട്ടെയോ നബിയേ, നിങ്ങൾക്ക് ഞാനൊന്ന് വിരുന്നൊരുക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്തോഷമായി. അല്ലാഹ്, എത്ര ദിവസമായി ഭക്ഷണം കഴിക്കാനില്ല, ഒരിക്കൽ ഭക്ഷണം പോലും കഴിക്കാതെ പ്രയാസപ്പെടുമ്പോ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി വന്നിട്ട് പ്രവാചകനെയും സഹാബത്തിനെയും ക്ഷണിക്കുകയാണ് വീട്ടിലേക്ക്. വാ സഹാബാ, വാ സഹാബാ, കഴിക്കാൻ നിങ്ങൾക്ക് ഭക്ഷണം ഞാൻ ഇന്ന് തരാം. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന്റെ ക്ഷണം സ്വീകരിച്ചിട്ട് ആ മനുഷ്യന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാ.
ആദ്യമതാതല്ല വെള്ളം കൊണ്ടുവെക്കുകയാണ്, കുടിക്കാതല്ല വെള്ളം കൊണ്ടുവെക്കുകയാ. അതാ കഴിക്കാൻ വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് പഴുത്ത ഈത്തപ്പഴം കൊണ്ടുവെക്കുകയാ. സഹാബത്തിന്റെ വായിലേക്ക് വെച്ച് കാർത്തിയോടെ കഴിച്ചു. സഹാബിതാ ഒരു ചെറിയ ആടിനെ അറപ്പിട്ട് ഭക്ഷണം കൊണ്ട് പ്രവാചകന്റെ മുമ്പ് വെക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ കണ്ണില് അതാ കണ്ണുനീര് വെളിയിലേക്ക് കളിക്കുകയാണ്. വാപ്പാ, അല്ലാഹുവേ, എത്ര ദിവസമായി ഭക്ഷണം കഴിക്കാനില്ലാതിരുന്നിട്ട്, എത്ര ദിവസമായി നിങ്ങളുടെ വയറ്റിലേക്ക് ഒരിച്ചു ഭക്ഷണം കടന്നുപോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആ സത്യത മെല്ലെ തന്റെ വായിലേക്ക് വെക്കുമ്പോ ഹബീബായ തങ്ങൾ അബൂബക്കറിനോട് പറയുകയാ, യാ അബൂബക്കർ സിദ്ദീഖ്, അല്ലയോ അബൂബക്കറേ, അല്ലയോ അബൂബക്കറേ, ثم لتسألن يومئذ عن النعيم. ഇന്നത്തെ ദിവസം അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമുണ്ടല്ലോ, ഇന്നത്തെ ദിവസം അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹമുണ്ടല്ലോ. കഴിക്കാൻ ഭക്ഷണമില്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ നിങ്ങള്, ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ട നിങ്ങള്, നിങ്ങൾ അല്ലാഹുവേ ഭക്ഷണം അന്വേഷിച്ച് മദീനയുടെ തെരുവിലൂടെ നടന്നപ്പോ ഭക്ഷണം കഴിക്കാനില്ലാതെ അല്ലാഹു നിങ്ങളെ തിരിച്ചു വീട്ടിലേക്ക് അയച്ചില്ലല്ലോ സഹാബാ. വിഭവസമൃദ്ധമായ ഭക്ഷണം നിങ്ങളുടെ മുമ്പിലേക്ക് റബ്ബ് തന്നില്ലേ? സുമ്മന തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇന്ന് അല്ലാഹു ചെയ്തു തന്ന ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സുബ്ഹാനഹു വ തആല അവന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ വാപ്പാ നിങ്ങളോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയമുള്ള സവണൂരിലെ വാപ്പമാര്, ഉമ്മമാര്, നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുഭാഗത്തേക്ക് നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കണേ. എത്രയാ നിയമത്തുകൾ നിന്റെ റബ്ബ് തന്നത്. കഴിക്കാൻ നിനക്ക് ഭക്ഷണം തന്നില്ലയോ? ഒരു രാത്രി പോലും നിങ്ങൾ അള്ള പട്ടിണി കിട്ടിയിട്ടില്ല. നിനക്ക് ധരിക്കാൻ നല്ല വസ്ത്രം തന്നില്ലയോ? നിനക്ക് കുടിക്കാൻ തന്നെ വെള്ളമല്ല തന്നില്ലയോ? സഹോദരങ്ങളെ, മഴയില്ലാതെ പ്രയാസപ്പെട്ട കാലത്ത് ആകാശത്തു നിന്ന് സമൃദ്ധമായ മഴ അല്ലാഹു ഭൂമിയിലേക്ക് നിനക്ക് വർഷിപ്പിച്ചു തന്നില്ലയോ? നിനക്ക് അല്ലാഹു കൺകുളിർമയുള്ള മക്കളെ തന്നില്ലയോ? ഇട്ടുകൂടാ സമ്പത്ത് നിനക്ക് തന്നില്ലയോ? സർവ അനുഗ്രഹങ്ങളും ഈ ദുനിയാവിന്റെ പുറത്തൊടിയുടെ പുറത്ത് അല്ലാഹു സംവിധാനിച്ചു തരികയല്ലേ വാപ്പാ? ഈ അനുഗ്രഹങ്ങളെ നിന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ജീവിക്കുമ്പോ അല്ലാഹു ഈ ദുനിയാവില് സർവ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകിയിട്ട് അത് നിങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചിട്ട് ജീവിക്കുകയാണ് ഇല്ലേ? കൊറോണ എന്ന മഹാവ്യാധി ഈ ലോകം മുഴുവനും നിശ്ചലമാക്കിയ സമയത്ത് ഒരു മനുഷ്യന്റെ വീട്ടിൽ പോലും നിങ്ങൾക്ക് പറയാൻ കഴിയും, അല്ലാ കൊറോണ വന്ന ആ 1-2 വർഷം, അതല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ ഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് കടന്നു വന്നിട്ടില്ല ഇല്ലേ? ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈ നീട്ടേണ്ടുന്ന ഒരവസ്ഥ അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ തന്നോ? ഇല്ല. കൊറോണ സമയത്ത് ആളുകളോട് ചോദിച്ചു ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച് നിങ്ങൾ എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് കൊറോണയുടെ ടൈമിലാണ് ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചത്. ഇല്ലേ? ഏറ്റവും നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചത് കൊറോണ ടൈമിലാണ്. അള്ളാഹ് എത്രയാ നിഅമത്ത് നമുക്ക് വാരിക്കോരി തന്നത് ദുനിയാവിൽ. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അബൂബക്കർ തങ്ങളും വിശന്നൊട്ടിയ വയറുമായി പാതിരാത്രി ഇറങ്ങി നടക്കുകയാണ്. ആരാണ് ഒരൽപ്പം ഭക്ഷണം കഴിക്കാൻ തരുന്നത്? അത് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിന്റെ വിശപ്പടക്കാൻ കഴിഞ്ഞാൽ കൂടെ അബൂബക്കറിന്റെ, ഉമറിന്റെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ ജീവിതത്തിൽ അവർക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ അവർക്ക് പേടിയാണ് അല്ലേ? നമുക്കിന്ന് സമ്പത്തും സൗകര്യങ്ങളും ദുനിയാവിൽ വാരിക്കോരി റബ്ബ് തരുമ്പോ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, എത്ര അനുഗ്രഹങ്ങളാണ് ദുനിയാവിൽ നിങ്ങൾക്ക് അല്ലാഹു വാരിക്കോരി തന്നത്. നമുക്ക് സന്താനങ്ങളുണ്ട്, നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. ഉണ്ടോ? നമുക്ക് സമ്പത്തുണ്ട്, വാരിക്കോരി റബ്ബ് തന്നു. നിങ്ങൾ വിചാരിക്കും ഈ സമ്പത്തും ഐശ്വര്യങ്ങളും സർവ്വതും അല്ലാഹു ഈ ദുനിയാവിന് വാരിക്കോരി തരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു പോയത് എന്താണ്? റബ്ബിന് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലാഹു ഈ ദുനിയാവിന് സർവ്വ അനുഗ്രഹങ്ങളും എനിക്ക് തന്നതെന്ന്. അല്ലേ? നമ്മളങ്ങനെ വിചാരിച്ചത് 2 കെട്ടിന്റെ പുരയും ചീറിപ്പായുന്ന നല്ല BMW കാറും ദുനിയാവിൽ ഇട്ടുമൂടാനുള്ള സമ്പത്തും ഈ ദുനിയാവിൽ എന്റെ റബ്ബെന്തിനാ തന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അല്ലാഹു എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? സമ്പത്ത് കൈവരുമ്പോ നമുക്ക് അള്ളയും വേണ്ട, പള്ളിയും വേണ്ട, പട്ടക്കാരും വേണ്ട, ആരെയും വേണ്ട. എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്. അല്ലേ? നമ്മളങ്ങനെ ജീവിച്ചത്. ദുനിയാവിന്റെ സർവ്വ അനുഗ്രഹങ്ങളെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കുമ്പോ നമ്മൾ അല്ലാഹുവിനെ മറന്നു പോവുകയാണ്. എന്റെ റബ്ബ് എനിക്ക് തന്ന അനുഗ്രഹമാണെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം അല്ലാഹുവിന് എന്നോട് സ്നേഹം കൊണ്ടാണ് തന്നതെന്ന് പറയുമ്പോഴും ഈ സമ്പത്തിന്റെ ഏറ്റവും വലിയ ഉത്തംഗതയിലൂടെ ജീവിക്കുന്ന ഞാനും നിങ്ങളും പലപ്പോഴും ഈ അനുഗ്രഹത്തിന്റെ പിന്നിൽ അല്ലാഹുവിനെ മറന്നു പോവുകയാണ്. സമ്പത്ത് വന്നപ്പോഴാണ് നമ്മൾ അല്ലാഹുവിനെ മറന്നുപോയത്. ദുനിയാവിലെ അനുഗ്രഹങ്ങൾ റബ്ബ് വാരിക്കോരി തന്നപ്പോഴാണ് നമ്മൾ അല്ലാഹുവിനെ മറന്നുപോയത്. ദുനിയാവിലെ സർവ്വ സംവിധാനങ്ങളും അല്ലാഹു നമുക്ക് തന്നപ്പോഴാണ് നമ്മൾ അല്ലാഹുവിനെ മറന്നുപോയത്. അല്ലാഹു പറഞ്ഞത് എന്താ? അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങൾക്ക് തന്നത് എന്നെ ഓർക്കാൻ വേണ്ടിയാണ്. അല്ലേ? ഹോസ്പിറ്റലിന്റെ ഐസിയുലേക്ക് ശ്വാസം കിട്ടാതെ ഒരു മനുഷ്യനെ കൊണ്ടുപോയാൽ ആ കൃത്രിമ ശ്വാസം ആ മനുഷ്യന്റെ ശരീരത്തിലേക്ക് നൽകുന്നതിന് മണിക്കൂറിന് 10,000 രൂപയാണ്. നമുക്ക് ജലവുമല്ലോ ഉണ്ടോ? ഈ ജനിച്ച കാലമത്രയും സ്വസ്ഥമായിട്ട് ശ്വസിക്കുന്നു, സ്വസ്ഥമായിട്ട് വിശ്വസിക്കുന്നു. ഒരു ശ്വാസ തടസ്സം അല്ലാഹു ഈ ദുനിയാവിന് നമുക്ക് നൽകിയില്ല. ഒരു കണക്ക് കൂട്ടണം. ഒരു ദിവസം പോയിട്ട് ഹോസ്പിറ്റലിൽ ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ഒരു ട്യൂബ് തീരുന്ന ഓക്സിജൻ കൊടുക്കുന്ന ഒരാളോട് ചോദിക്കണം, ആ മനുഷ്യൻ ഓക്സിജൻ സിലിണ്ടറിൽ ഒരു ദിവസം കിടക്കുന്നതിന് എത്രയായിരം രൂപ ചെലവാകുമെന്ന്. ആ ഒരൊറ്റ അനുഗ്രഹം മതി. ദുനിയാവിന്റെ കാലമത്രയും സുജൂദിൽ നിന്ന് മനുഷ്യനെ തല ഉയർത്താതിരിക്കാൻ കഴിയാൻ ആ ഒരൊറ്റ നിഅമത്ത് മാത്രം മതി. അല്ലേ? പക്ഷെ നമ്മൾ അതൊക്കെ ഇങ്ങനെ ദുനിയാവിൽ ആസ്വദിക്കുകയാണ്. എന്റെ റബ്ബ് എത്രയോ നിഅമത്തുകൾ എനിക്ക് തന്നു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ അവിടൊക്കെ അല്ലാഹുവിനെ മറന്നിട്ടാണ് ദുനിയാവിൽ ജീവിച്ചത്. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് ഒരിക്കലും പറയുകയാണ്, റബ്ബേ ഈ ദുനിയാവിലെ നീ ഇങ്ങനെ അനുഗ്രഹങ്ങൾ എനിക്ക് വാരിക്കോരി തരുമ്പോ ഞങ്ങളുടെ ഹൃദയത്തിലും പേടിയാണല്ലാ. ഈ ദുനിയാവിൽ ഞങ്ങൾ ചെയ്ത സൽക്രമങ്ങളുടെ പ്രതിഫലമുണ്ടല്ലോ. ഞങ്ങളുടെ നിസ്കാരവും ഞങ്ങളുടെ നോമ്പും ഞങ്ങളുടെ സക്കാത്തും ഞങ്ങളുടെ ഉംറയും അടക്കം ഈ ദുനിയാവിൽ ഞങ്ങൾ ചെയ്ത സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ അമലുകളുടെയും പ്രതിഫലം ഈ ദുനിയാവിൽ തന്നെ നീ ഞങ്ങൾക്ക് വാരിക്കോരി തരുകയാണോ എന്ന് അല്ലാഹുവേ ഞങ്ങൾ ഭയപ്പെട്ടു പോകുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കരയുകയാണ്. സമ്പത്ത് ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവർ പേടിച്ചു. സൗകര്യങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ അവർ പേടിക്കുകയാണ്. ഞാൻ ദുനിയാവിൽ ചെയ്ത സൽക്രമത്തിന്റെ പ്രതിഫലങ്ങള് പരലോകത്തിലേക്കൊന്നും തരാതെ റബ്ബേ ഈ ദുനിയാവിൽ നീ അതെനിക്ക് തന്നു തീർക്കുകയാണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കരയുകയാ. സമ്പത്ത് കടന്നു വരുമ്പോ നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോവരുത്. ദുനിയാവിന്റെ അനുഗ്രഹങ്ങളിൽ അല്ലാഹുവിനെ മറക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഹാബ ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന ഫിത്നതു ഉമ്മത്തി അൽമാൽ. സഹാബ ദുനിയാവിൽ അല്ലാഹു എല്ലാ സമുദായത്തിനും ഒരു പരീക്ഷണഘട്ടം കൊടുത്തിട്ടുണ്ട്. എല്ലാ സമുദായത്തിനും അല്ലാഹു ഓരോ ഫിത്നകളെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. സഹാബ എന്റെ സമുദായത്തിന്റെ ഫിത്ന ഏതെന്നറിയുമോ? അത് സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ.
ദുനിയാവിലെ സമ്പത്ത് അധികരിച്ചപ്പോഴാണ് നമ്മൾ അല്ലാഹുവിനെ മറന്നത്. ദുനിയാവിലെ സൗകര്യങ്ങൾ അധികരിച്ചപ്പോഴാണ് അല്ലാഹുവിനെ മറന്നത്. ഹാമാനും ഖാറൂനും അടക്കമുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ചില വിഭാഗത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അവർ നശിച്ചു പോയത് എങ്ങനെയെന്നറിയുമോ സഹോദരങ്ങളെ? അല്ലാഹു ദുനിയാവിൽ നൽകിയ സമ്പത്ത് കൊണ്ട് അവർ ജീവിതത്തെ മോടി പിടിപ്പിച്ചു, ജീവിതത്തെ ഏറ്റവും മനോഹാരിതമാക്കി. പക്ഷേ അത് തന്നെ അല്ലാഹുവിനെ അവർ മറന്നുപോയി. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, ഇന്ന ലികുല്ലി ഉമ്മത്തിനു ഫിത്ന ഫിത്നതു ഉമ്മത്തി അൽമാൽ. എന്റെ സമുദായത്തിന്റെ ഫിത്ന എന്ന് പറയപ്പെടുന്നത് സമ്പത്താണ് സഹാബാ. ദുനിയാവിലെ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അധികരിച്ചു വരുമ്പോ നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോവുകയാ, അല്ലാഹുവിനെ മറന്നു പോവുകയാ. റസൂലുള്ളാഹി പറയുകയാണ്, വല്ലാഹി വല്ലാഹി സഹാബാ, ഞാൻ നിങ്ങളിലെ ദാരിദ്ര്യത്തെ ഭയപ്പെട്ടു പോകുന്നില്ല. പട്ടിണിയും പരിവട്ടമായി ജീവിക്കുന്ന ഒരു സമയത്ത് എന്റെ സഹാബത്തെ നിങ്ങളിൽ ഞാൻ ഭയപ്പെട്ടു പോകുന്നില്ല. നിങ്ങൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നത് എന്തെന്നറിയുമോ? നിങ്ങളിലേക്ക് അല്ലാഹു സമ്പൽ സമൃദ്ധിയുടെ ഒരു കാലഘട്ടം തുറന്നു തന്നാൽ, ഒരുപാട് സമ്പത്തിന്റെ കാലഘട്ടം അല്ലാഹു നിങ്ങളുടെ ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് തുറന്നിട്ടു തരുന്നതിനെ ഞാൻ നിങ്ങളിൽ ഭയപ്പെട്ടു പോകുന്നെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഹാബത്ത് ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ എന്തുകൊണ്ടാണ് അങ്ങ് ഭയപ്പെട്ടു പോകുന്നത്? സഹാബാ, ദാരിദ്ര്യത്തെ നിങ്ങളിൽ ഞാൻ ഭയപ്പെട്ടു പോകുന്നില്ല, നിങ്ങൾ പട്ടിണി കിടക്കുമെന്ന് പേടി എനിക്കില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധി കടന്നു വരുമ്പോ നിങ്ങൾ അല്ലാഹുവിനെ മറന്നു പോകുന്നു സഹാബാ. നിങ്ങൾ തമ്മിൽ കർക്കശ ബുദ്ധിയോടുകൂടി ജീവിക്കുകയാ, നിങ്ങൾ തമ്മിൽ തല്ലുകയാണ്, നിങ്ങൾ തമ്മിൽ അടിവെക്കുകയാണ്, മത്സര ബുദ്ധിയോടെ സമ്പത്ത് സ്വരുക്കൂട്ടാൻ നിങ്ങൾ ദുനിയാവിലും മത്സരിക്കും സഹാബാ. നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയൊരു സമുദായം സമ്പത്തിനു വേണ്ടി മത്സരിച്ചവരാ. എങ്ങനെയും സമ്പത്തുണ്ടാക്കാൻ അതിന് ഹലാല് ഹറാമുകളൊന്നില്ല. ഏതു വിധേനയും ദുനിയാവിലെ സമ്പത്തുണ്ടാക്കണമെന്ന് കരുതിയിട്ട് ദുനിയാവിന്റെ പുറത്തൊലിയുടെ പുറത്ത് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് നിങ്ങൾ മാറുന്നതിന് ഞാൻ നിങ്ങളിൽ ഭയപ്പെടുന്നു സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ കുറിച്ച് പേടിച്ചതെങ്ങനെയാ? അല്ലാഹുവിനെ മറന്നു കളയുന്ന, അല്ലാഹുവിനെ മറപ്പിച്ചു കളയുന്ന ഒരു അനുഗ്രഹവും ദുനിയാവിൽ നമുക്ക് വേണ്ട. അത് മക്കളാവട്ടെ, സമ്പത്താവട്ടെ, സൗകര്യങ്ങളാവട്ടെ, അല്ലാഹുവിനെ കുറിച്ച് നമ്മളെ മറപ്പിച്ചു കളയുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അതുകൊണ്ടാണ് പ്രവാചകന്റെ മുമ്പിലേക്ക് ജിബ്രീൽ കടന്നു വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, ഈ കാണുന്ന രണ്ട് മലകള് അങ്ങയുടെ മുമ്പിൽ സ്വർണ്ണമാക്കി തരട്ടെയോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, വേണ്ട ജിബ്രീലേ, എനിക്ക് ആ സമ്പത്തിനോട് ആർത്തിയില്ല, എനിക്ക് ആ സമ്പത്തിനോട് ഇഷ്ടമില്ല ജിബ്രീലേ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ ജീവിതത്തിൽ സമ്പൽ സമൃദ്ധിയുടെ ജീവിതം എനിക്ക് വേണ്ട, എനിക്കൊരുപാട് സമ്പത്ത് വേണ്ട. ഒരു ദിവസം എനിക്ക് പാവപ്പെട്ടവനായിട്ട് കഴിയണം, ഒരു ദിവസം എനിക്ക് പട്ടിണി കിടക്കണം, രണ്ടാമത്തെ ദിവസം എനിക്ക് ഭക്ഷണം കഴിക്കണം. സഹാബാ, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, സമ്പൽ സമൃദ്ധിയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയൊരു സമൂഹത്തെ അല്ലാഹു തകർത്ത് കളഞ്ഞത് ഈ സമ്പത്തിന്റെ പേരിലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.
എനിക്ക് സമ്പത്ത് വേണ്ട, സമ്പൽ സമൃദ്ധി എനിക്ക് വേണ്ട. അല്ലാഹുവിന്റെ റസൂല് വിശാലത്തിന്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യുകയാ. അല്ലാഹുമ്മ ഹീനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണ് പെങ്ങളെ. എന്റെ പ്രിയമുള്ള സമനൂരിലെ വപ്പാ, ഈ ലോകത്തിന്റെ നായകന്റെ ജീവിതത്തിന്റെ ദുആയാ. അല്ലാഹുമ്മ ഹീനി മിസ്കീനാ, അല്ലാഹുവേ നീ എന്നെ പാവപ്പെട്ടവനായിട്ട് ജീവിപ്പിക്കണേ. അല്ലാഹുമ്മ അമിത്നി മിസ്കീനാ, നീ എന്നെ പാവപ്പെട്ടവനായിട്ട് മരിപ്പിക്കണേ. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ. നാളെ പരലോകത്തേക്ക് കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ, പാവപ്പെട്ടവരോടൊപ്പം എന്നെ നീ യാത്രയാക്കണേ എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാണിത്. എന്നെ പാവപ്പെട്ടവനായിട്ട് ജീവിപ്പിച്ചാൽ മതി, സമ്പന്നതയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അല്ലാഹുവിനെ കൊണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ബക്കറ്റ് കടന്നു വരുന്നുണ്ട്. ആത്മാർത്ഥമായി നല്ലൊരു സദഖ ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റിൽ നിക്ഷേപിക്കുക. ഇതിന്റെ പ്രവർത്തകര് ഒരുപാട് ലക്ഷ്യങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. അൽഹംദുലില്ലാഹ് അതൊക്കെ സാക്ഷാത്കരിക്കേണ്ടത് ഈ ഒരു സദസ്സിൽ നിന്നാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ നല്ലൊരു സദഖ ഇൻഷാ അല്ലാഹ് ആ മുന്നിലേക്ക് വരുന്ന ബക്കറ്റിലേക്ക് ഇടണമെന്ന് ഓർമ്മിക്കുകയാണ്. അല്ലാഹു നിങ്ങളുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അല്ലാഹു നിങ്ങളുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. സമ്പത്താണ് ജീവിതത്തിന്റെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. അല്ലേ? സമ്പത്തില്ലാത്തവൻ സമൂഹത്തിന് രണ്ടാമത്തെ തട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ്. സമ്പത്തില്ലാത്തവൻ ജീവിതത്തിൽ രണ്ടാമത് ഘട്ടത്തിലേക്ക് മാറ്റി നിർത്തുമ്പോൾ സമ്പന്ന വർഗത്തെക്കാൾ അല്ലാഹുവിന്റെ റസൂല് പാവപ്പെട്ടവന് ഈ സമൂഹത്തിൽ നൽകുന്ന നിലയും വിലയും എന്താണെന്ന് നമ്മളോട് പഠിപ്പിച്ചു തരികയാണ്. കാരണം പാവപ്പെട്ടവനായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല പരീക്ഷണം, സമ്പന്നനായി ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. നമ്മളെല്ലാവരും സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ചില ആളുകളിലേക്ക് ഈ സമ്പത്ത് കൈമുതലായിട്ട് കടന്നു വന്നാൽ അവർ അല്ലാഹുവിനെ മറന്നുകളയുകയാണ്. അല്ലാഹുവിന്റെ ദീനിനെ അവര് മറന്നു കളയുകയാണ്. എവിടെ ആർക്ക് എപ്പം കൊടുക്കണമെന്ന് അവർക്കറിയില്ല. ആ സമ്പത്ത് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവരെ നശിപ്പിച്ചു കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് സഹാബത്ത് കരഞ്ഞത്, അല്ലാഹ് ഈ ദുനിയാവിൽ അനുഗ്രഹങ്ങൾ വിശാലപ്പെടുത്തി തരുമ്പോ ഒരു ദിവസം ഭക്ഷണം കഴിച്ച സഹാബത്ത് രണ്ടാമത്തെ ദിവസവും കഴിക്കാൻ ഭക്ഷണം മുന്നിൽ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് പേടിയായി. അല്ലാഹുവേ, ഇന്നലെ ഞാൻ കഴിച്ചതല്ലേ, ഇന്നും എന്തേ എന്റെ മുമ്പിലേക്ക് ഭക്ഷണം കടന്നു വരുന്നത്? സഹാബത്ത് അങ്ങനെയാ പേടിച്ചത്. കാരണം ഈ കഴിക്കുന്നതും ഈ ഭക്ഷണവും ഈ എല്ലാ ദിവസവും ഇത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നത് ഒരുപക്ഷെ ഒരു പരീക്ഷണത്തിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുമോ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിന് പേടിയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കൈ ഉയർത്തി ആകാശത്തേക്ക്, അല്ലാഹുമ്മ ഹീനി മിസ്കീനാ, നീ എന്നെ പാവപ്പെട്ടവനായിട്ട് ജീവിപ്പിക്കണം. വാമിത്നി മിസ്കീനാ, നീ എന്നെ പാവപ്പെട്ടവനായിട്ട് മരിപ്പിക്കണം. വഹ്ശുർനി ഫീ സുംറത്തിൽ മസാകീൻ, നീ എന്നെ നാളെ പാവപ്പെട്ടവരോടൊപ്പം സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോവാൻ നീ എനിക്ക് അവസരം തരണേ എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയാ. സഹോദരങ്ങളെ, പരിശുദ്ധമായ മദീനത്തുൽ ത്വയ്യിബയിലേക്ക് നല്ല വെളുവെളുത്ത വസ്ത്രം ധരിച്ചൊരു മനുഷ്യന് കടന്നു വരികയാ.
വെള്ള വസ്ത്രം ധരിച്ചൊരു മനുഷ്യനാണ്. കണ്ടാലറിയാമവൻ സമ്പന്നനാണ്. ഒരുപാട് സമ്പത്ത് അല്ലാഹു വാരിക്കോരി കൊടുത്ത മനുഷ്യനാണെന്നറിയാം. തന്റെ ശരീരത്തിലേക്ക് വില കൂടിയ നല്ല സുഗന്ധദ്രവ്യങ്ങൾ വാരി പൂശിയിട്ട് മദീനയിലേക്ക് കടന്നു വന്നൊരു മനുഷ്യനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയാ, സഹാബ, ആ മനുഷ്യനെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായമൊന്ന് പറയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, മനുഷ്യന് സമ്പന്നനാണ് നബിയേ, സമ്പന്നനാണ് നബിയേ. കഴിക്കാൻ ഭക്ഷണമുള്ള, കുടിക്കാൻ സുലഭമായ വെള്ളമുള്ള, ധരിക്കാൻ സുലഭമായ വസ്ത്രമുള്ള, ഒരു ആഡംബരത്തിന്റെ അല്ലെങ്കിൽ ധനാഢ്യനായ മനുഷ്യനാണ് യാ റസൂലല്ലാഹ്. മനുഷ്യനൊരു വീട്ടിലേക്ക് കടന്നു പോയാൽ ആ മനുഷ്യരെ ജനങ്ങളെ ചേർത്ത് പിടിക്കും നബിയേ. ആ മനുഷ്യനെ അല്ലാഹുവിന്റെ പ്രവാചകരെ ഒരു വീട്ടിലേക്ക് അതിഥിയായിട്ട് ആ മനുഷ്യൻ കടന്നു പോയാൽ ആ മനുഷ്യനെ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തും നബിയേ. ആ മനുഷ്യനൊരു വിവാഹാലോചനയുമായി കടന്നു ചെന്ന ആ മനുഷ്യന്റെ വിവാഹാലോചനയെ ആ ജനങ്ങൾ സ്വീകരിക്കും നബിയേ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ മനുഷ്യനെ മധ്യസ്ഥനായിട്ട് വെച്ചാൽ ആ മനുഷ്യനേത് വിഷയത്തിലാണോ ഇടപെടുന്നത് ആ വിഷയം പെട്ടെന്ന് പരിഹാരമാകും. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീനത്തുൽ നബവിയിലേക്ക് കടന്നു വന്നൊരു മനുഷ്യനെ നോക്കിയിട്ട് പറയുമ്പോ അല്പം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ അവിടെ ഇറങ്ങി പോവുകയാ. അതാ രണ്ടാമത് മദീനത്തെ പള്ളിയിലേക്ക് ഒരു മനുഷ്യനെ കടന്നു വരികയാണ്. മുസ്ലിം വസ്ത്രം ധരിച്ചവനാണ് ആ മനുഷ്യന്. കഴിക്കാൻ ഭക്ഷണമില്ലാത്തവനാണ്, പാവപ്പെട്ടവനാണെന്ന് അടയാളമാണ്, പാവപ്പെട്ടവനാണെന്ന് അടയാളമാ. മനുഷ്യന്റെ മുഖത്ത് നോക്കിയാലെ കാണാം, ആ മനുഷ്യന്റെ വസ്ത്രം നോക്കിയാലെ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ആ മനുഷ്യനിങ്ങനെ കടന്നു വരുമ്പോ ഹബീബായ തങ്ങളെ സഹാബത്തിനോട് ചോദിക്കുകയാ, യാ സ്വഹാബ, മനുഷ്യനെ കുറിച്ച് അഭിപ്രായം സഹാബത്ത് പറയുകയാണ്, പാവപ്പെട്ടവരാ, മറ്റൊരു വസ്ത്രം മാറി കൊടുക്കാനില്ലാത്തവരാ, കഴിക്കാനില്ലാത്തവരാ, ദരിദ്രതയുടെ മട്ടുപാവലൂടെ കടന്നു പോയവരാ നബിയേ. ഒരു വീട്ടിലേക്ക് ആ മനുഷ്യനെ കടന്നു പോയാൽ ആ മനുഷ്യനെ കഴിക്കാൻ ഭക്ഷണം കൊടുക്കില്ല, ആളുകളെ വീട്ടിലേക്ക് കയറ്റിയിരുത്തൂല. ഏതെങ്കിലും ഒരു വിഷയത്തിന് ആ മനുഷ്യനിരുന്നാൽ ആ വിഷയം പരിഹരിക്കില്ല നബിയേ. ആ മനുഷ്യനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന രണ്ടാളുകളെ കുറിച്ച് ഹബീബായ തങ്ങളെ സഹാബത്തിനോട് ചോദിക്കുമ്പോ സഹാബികൾ പറഞ്ഞ മറുപടിയായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹാബത്തിനോട് പറയുകയാണ്, സഹാബ, ആദ്യം കടന്നു വരുന്ന സമ്പന്ന വർഗത്തെക്കാൾ, ആദ്യം കടന്നു വന്ന സമ്പന്ന വർഗത്തെക്കാൾ രണ്ടാമത് കടന്നു വന്ന പാവപ്പെട്ടവനുണ്ടല്ലോ, ഈ ദുനിയാവിൽ അധികരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സമ്പന്ന വർഗത്തോടല്ല പറഞ്ഞത്, പാവപ്പെട്ടവരോടാ പറഞ്ഞത്. ഈ ദുനിയാവ് മുഴുവനും പാവപ്പെട്ടവൻ അധികരിക്കുന്നതാണ് എനിക്കിഷ്ടമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, പണക്കാരനുണ്ടല്ലോ, അവൻ സ്വർഗത്തിൽ പോകുന്നതിന് 40 വർഷം മുമ്പ് പാവപ്പെട്ടവന് സ്വർഗത്തിൽ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സമ്പന്ന വർഗം സ്വർഗത്തിൽ പോകുന്നതിന് 40 വർഷം മുമ്പ് പാവപ്പെട്ടവൻ സ്വർഗത്തിൽ പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സഹാബ, സമ്പത്ത് ദുനിയാവിൽ അല്ലാഹു അധികരിപ്പിക്കുന്നതിനെ നിങ്ങൾ ഭയപ്പെടണം. കാരണം ഈ അനുഗ്രഹം വല്ലാത്തൊരു അനുഗ്രഹമാണ്. അക്കമിട്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ കൃത്യമായിട്ട് ഇതിന്റെ കണക്ക് ബോധിപ്പിക്കണമെന്ന്